അത് പിള്ളസ്വാമി പറയുന്ന പോലെ രാവിലെ ഒരു കച്ചവടക്കാരൻ, ഒരു മീൻ കച്ചവടക്കാരൻ കുട്ടയിൽ നിറച്ച് മത്സ്യങ്ങളുമായിട്ട് റോഡിൻ്റെ വക്കിൽ വന്നിരിക്കുന്നു, വിൽക്കാനാണ്. അവിടെ തന്നെ ഇരിക്കുകയാണ്, എണ്ണിച്ച് ഒരിടവും പോകുന്നില്ല. ഈ മീനും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ആദ്യം വരുന്ന ഒരാളിങ്ങനെ വന്നിട്ട് നോക്കുകയാണ് മീനൊക്കെ. നോക്കിയിട്ട് പുതിയ ഫ്രഷ് ക്യാച്ചാണ്, അതിനകത്തുനിന്ന് ഏറ്റവും നല്ലത് നോക്കി അയാൾ തിരഞ്ഞെടുക്കുക. എല്ലാം ഫ്രഷായിട്ട് പിടിച്ചിട്ട് വന്നിരിക്കുക. അതിന് അയാൾ തിരഞ്ഞ് കുറച്ച് ഒരു 5 എടുത്തു. ബാക്കിയുള്ളത് കൊള്ളില്ല, അയാളെ സംബന്ധിച്ച് അത് കൊള്ളാതെ കൊണ്ടാണ് വെച്ചിട്ട് പോയത്. ഇത്തിരി മതി അയാൾക്ക്, എടുത്തു. അത് കഴിയുമ്പോൾ അടുത്തവൻ വരികയാണ്. അവന് ഈ കിടക്കുന്ന സാധനത്തിൽ നിന്ന് ബാക്കി തിരഞ്ഞ് അവനും എടുത്തു, നല്ലതൊക്കെ അവനും പറക്കി. കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്തവൻ വന്നു, ആ കിടക്കുന്നതിൽ നിന്ന് നല്ലത് അവനും പറക്കി. വൈകുന്നേരം ആയപ്പോൾ കൂടയ്ക്കകത്തൊന്നുമില്ല, എല്ലാവരും നല്ല എടുത്തുകൊണ്ട് പോയിരിക്കുക. എല്ലാവർക്കും നല്ലതാണ് കിട്ടിയത് അല്ലേ? ഇങ്ങനെ നടക്കുക. അവർക്ക് സന്തോഷമായി. വൈകുന്നേരം അത് അവസാനത്തെ മത്സ്യമേ ഉള്ളൂ, അത് അത്ര ചിലപ്പോൾ നല്ലതായിരിക്കും. ചെകളയൊക്കെ പൊളിച്ച് നോക്കി അതിനകത്ത് നീളറൊന്നുമില്ല, അപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അതും കൂടെ എടുത്തിട്ട് അവരും പോയി. ഇങ്ങനെ എല്ലാവരും അവരുടെ കണ്ണിൽ നല്ലതെന്ന് തോന്നുന്നത് വീണ്ടും സ്ക്രീൻ ചെയ്ത് നല്ലത് മാത്രം എടുത്തിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കൂടെ ഒഴിഞ്ഞു, നമുക്ക് കിട്ടാനുള്ള പൈസയും കിട്ടി. ഇങ്ങനെ എല്ലാവരും അവർക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോസിബിലിറ്റി ഇതാണ്, ഇതെല്ലാം കൂടെ നിരത്തി എടുത്ത് അവിടെ വെച്ചോണ്ട് ചുമ്മാ ഇരിക്കുക, വേണ്ടവൻ നല്ലത് എടുത്തുകൊണ്ട് പോക്കോ. ഇത് നല്ലതെന്ന് പറഞ്ഞാൽ അല്ലാന്ന് പറഞ്ഞാൽ ഇയാൾ പറ്റിക്കാനാണെന്ന് ഉടനെ മനസ്സിലാവും. നല്ലത് മാറ്റിയിടാൻ വേണ്ടിയാണ് നിങ്ങൾ എടുക്കണം, നല്ലതല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിക്കും മറ്റേ നല്ലത് ഒളിപ്പിക്കാൻ വേണ്ടി ഇയാൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം എല്ലാം വാരി ഇട്ടിട്ട് അവിടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ. പക്ഷേ ഇയാൾ വാരി ഇടണം പുറത്ത്. അതിൽ ആവശ്യമുള്ള നല്ലതൊക്കെ പറക്കിക്കൊണ്ട് പൊക്കോളുക. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ കൂടുതലൊന്നും കാണത്തില്ല. അങ്ങനെയാണത് ചൂസ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർ ചൂസ് ചെയ്യുന്നതാണ്, അല്ലാതെ നമുക്ക് അവരെ പറഞ്ഞ് ചൂസ് ചെയ്യിപ്പിക്കാൻ ഒക്കത്തില്ല. ചോയ്സ് നമ്മുടെ കയ്യിലില്ല. നമുക്ക് പറയാം, എല്ലാം നിരത്തി അങ്ങ് വയ്ക്കാം എന്നുള്ളത് മാത്രമേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഒരാളിനെ നമുക്ക് മാറ്റാനായിട്ടുള്ള നമ്മുടെ ശ്രമമാണ് ഈ സ്പിരിച്വാലിറ്റിക്കകത്ത് നടക്കുന്ന ഒരു ഗുരു ചെയ്യുന്ന റോൾ അതാണ്. പക്ഷേ ഈ ഗുരുവിന് എന്ത് അബദ്ധം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗുരു ഐഡൻറ്റിഫൈഡ് ആവും, ഇയാളുമായിട്ടല്ല, കാസുമായിട്ട്. ഈ കാസുമായിട്ട് ഐഡൻറ്റിഫൈഡ് ആയി പോകും. അങ്ങനെ ലൈഫ് മിഷനാണെന്ന് തോന്നിക്കും. ഈ കാസുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് ലൈഫ് മിഷനാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അയാൾക്ക് എന്താണ് ഈ ഐഡൻറ്റിഫൈഡ് ആയ അതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അയാൾ പറയണത്. അതിന് പർട്ടിക്കുലർ റിസൾട്ട് വേണമെന്ന് ഇയാൾ ആഗ്രഹിക്കുക. ആ റിസൾട്ട് നടക്കാമെന്നും നടക്കില്ല എന്നും അതിനകത്തുണ്ട്. ചിലപ്പോൾ നടന്നാൽ നല്ലത്, അല്ലാതെ നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദുഃഖം വരും. എന്നുവെച്ചാൽ നടന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ല ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിതെല്ലാം പറയുന്നു, ഇത് ഇത്രയും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടോളൂ. എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്താൽ അത് കിട്ടും, വർക്ക് ചെയ്തില്ലെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ് വെച്ചിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു ഓരോ ഇതുപോലെ സെഷൻസിലും ഇഷ്ടംപോലെ പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കാണുമ്പോഴത്തേക്കും ഇതേ കാര്യം തന്നെ ചിലപ്പം വീണ്ടും വേറൊരു ഫോമിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പറയാം, അയ്യോ ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അല്ല, ഞാൻ നാളെ പറഞ്ഞില്ല സാറ് പറഞ്ഞേ, സാറ് പറഞ്ഞില്ലേ? ഓ പറഞ്ഞില്ലല്ലേ, എന്നാൽ കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയാണ് ഇത് ആക്ച്വലി ഇത് പോകുന്നത്? നമുക്ക് അപ്പം എടുക്കാൻ പറ്റുന്ന മാത്രമേ എടുക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്രവണ മനന നിധ്യാസനം. കേൾക്കുമ്പോൾ തന്നെ ഈ പകുതി പോകും, കുറച്ചേ കേൾക്കത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അനലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കേൾക്കുന്നത് നിർത്തിയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കേട്ടില്ല ബാക്കി. അപ്പോൾ അതാണ് ഇവർ പറഞ്ഞത്, സാർ പറഞ്ഞില്ല, സാറിത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ കേട്ടില്ല എന്നർത്ഥം. പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട, കേട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഹോൾ സാധനം വർക്ക് ചെയ്ത് പോകണം.